press the bell icon on the YouTube app and never miss another update. Hello friends, welcome to Star Vijay. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ്, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ ഫോണിൽ തന്നെ എടുക്കാൻ നമുക്ക് നോക്കാം. ഇതിന് DSLRൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസാണ്. അതായത് നമ്മുടെ ഫോണിൽ പ്രത്യേക ഒരു ആപ്ലിക്കേഷനോ സെറ്റിങ്സോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ക്യാമറ ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസ് നമ്മുടെ ഫോണിൽ തന്നെ എടുക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി പിക്ചേഴ്സ് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് MBൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഒരു 6 MB ക്യാമറയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഫോട്ടോസുകൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്ത് ആ ഒരു പിക്ചർ മാത്രം നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫോണിലെ ക്യാമറ ഓണാക്കുക. ക്യാമറ ഓണാക്കുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഫോട്ടോ ആയിരിക്കും സാധാരണ വരിക. എന്നാൽ നമുക്കൊരു വസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനടുത്തേക്ക് നമ്മുടെ ക്യാമറ കൊണ്ടുവരിക. അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാവുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫോട്ടോ മാത്രം ഫോക്കസ് ആവുന്ന കാണാൻ സാധിക്കും. അതായത് ആ ഒരു ക്യാമറ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് നല്ല ചെറുതായിട്ട് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് ആ ഒരു ഫോട്ടോ മാത്രം സൂം ചെയ്ത് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിക്കണം, എങ്കിൽ മാത്രമേ അത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാകത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി, ആ ഒരു ഫ്ലവർ മാത്രം ഫോക്കസായി. അപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൊബൈൽ ക്യാമറയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയുള്ള നല്ല ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ക്യാമറയിലും വരുന്നത്. നമ്മുടെ കണ്ണിന് മുന്നിലായിട്ട് ഒരു കൈ കൊണ്ടുവരികയാണെങ്കിൽ ആ കൈ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടും കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ക്യാമറയിലും വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.